എന്തിനാണ് ഇങ്ങനെ ഒരു രീതി നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നതെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ ഉത്തരം നമുക്ക് അനുഭവിക്കാനാണ്, ആസ്വദിക്കാനാണ്. ഈ പറഞ്ഞതൊക്കെ നമുക്ക് വേണ്ടിയുള്ളതല്ലേ? പുഴയിലെ വെള്ളം നമുക്ക് വേണ്ടിയുള്ളതാണ്, കിണറിലെ വെള്ളം നമുക്കുള്ളത്, കടലിലെ മത്സ്യം നമുക്കുള്ളതാണ്, എല്ലാ വൃക്ഷങ്ങളിലെയും പഴങ്ങൾ നമുക്ക് വേണ്ടിയുള്ളതാണ്, എല്ലാ പൂക്കളും നമുക്ക് വേണ്ടിയുള്ളത്, ഒക്കെ നമുക്ക് വേണ്ടിയാണ്. ഒന്നാമത്തെ ഉത്തരം അത് തന്നെയാണ്. രണ്ടാമത്തേത്, നമ്മൾ ഇതിൽ നിന്നൊരു വലിയ പാഠം പഠിക്കാനുണ്ട്. നമ്മളെന്താകരുത്, നമുക്ക് വേണ്ടി മാത്രമാകരുത്. നമ്മൾ നമുക്ക് വേണ്ടി മാത്രമാകരുത്. നമുക്ക് പരസ്പരം ജീവിക്കാൻ കഴിയണം, പരസ്പരം സഹായിക്കാൻ കഴിയണം, നന്മയ്ക്ക് വേണ്ടി ഒന്നിച്ച് മുമ്പോട്ട് പോകാൻ കഴിയണം. ഇത് വളരെ പ്രധാനമാണ്. ഇതാണ് യഥാർത്ഥത്തിൽ റമദാനിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട ഏറ്റവും സുപ്രധാനമായ പാഠം എന്ന് പറയുന്നത്. ഒരു പ്രയാസവുമായി ഒരാൾ നിങ്ങളെ തേടി വന്നാൽ എന്താ വിചാരിക്കുക? അത് അയാളെ പ്രയാസമല്ലേ? അവിടെയാണ് നാം നമ്മെ അന്വേഷിക്കേണ്ടത്. നമ്മൾ അന്വേഷിക്കണം. ആ പ്രയാസവുമായി വന്നത് അയാളുടെ പ്രശ്നമല്ല, നമ്മുടെ പ്രശ്നം. നമ്മുടെ അടുത്തേക്ക് വരാൻ കാരണം അള്ളാഹു അവനെ നമ്മിലേക്ക് അയച്ചതാ, അല്ലെങ്കിൽ അവളെ നമ്മിലേക്ക് അയച്ചതാ. എന്തിനറിയോ? അവന് വേണ്ടിയല്ല, അവൾക്ക് വേണ്ടിയല്ല, എന്നെ പരിശോധിക്കാൻ വേണ്ടി. ഭയങ്കര അത്ഭുതമല്ലേ? എന്നെ പരിശോധിക്കാൻ വേണ്ടിയാണ്. ഞാൻ അയാളെ കേൾക്കണം, ഞാൻ അയാളെ അറിയണം. എനിക്ക് സാധിക്കുന്ന രീതിയിൽ, ഒരാവശ്യത്തിനാണ് അയാൾ വന്നതെങ്കിൽ ആ ആവശ്യം എനിക്ക് സാധിക്കുന്ന രീതിയിൽ പൂർത്തിയാക്കി കൊടുക്കാൻ കഴിയണം. ഒരാൾ നമ്മുടെ അടുത്ത് ഒരു എക്സ്ക്യൂസായിട്ട് വന്നു, അവിടെ നല്ലൊരു ഫ്രണ്ടായിരുന്നു, അല്ലെങ്കിൽ കുടുംബത്തിലെ ആളായിരുന്നു, സ്വന്തം ഭർത്താവായിക്കോട്ടെ, അദ്ദേഹം ഒന്ന് ക്ഷമാപണം നടത്തി. എന്താ ചെയ്യാ? എന്തിനാണ് വന്നത്? അദ്ദേഹത്തിന് വേണ്ടി വന്നല്ല. നമ്മൾ വിചാരിക്കുക, നിൽക്കട്ടെ, നമുക്ക് വേണ്ടി വന്നതാ, അയാൾക്ക് വേണ്ടി വന്നതല്ല. നമ്മൾ സാധാരണ ചെയ്യാ, വല്ലാണ്ട് പൊട്ടണ്ട എന്ന് വിചാരിച്ചാൽ മിണ്ടാണ്ടിരിക്കും. മൗനം വാചാലമാണെന്നാ പറയാ. പക്ഷെ ആരോട് വാചാലം? നമുക്ക് വേണ്ടിയാണ് അയാൾ വന്നത്. നമ്മളെ അള്ളാഹു പരീക്ഷിച്ചത് എന്തിനാണെന്നറിയോ? നമുക്ക് അള്ളാഹു നമ്മളോട് ക്ഷമാപണം ക്ഷമിക്കണോ എന്നറിയാൻ വേണ്ടി, അള്ളാഹു നമുക്ക് പുറത്തു തരണോ എന്നറിയാൻ വേണ്ടിയാണ്. അപ്പൊ ഇങ്ങനെ ഒരാൾ നമ്മുടെ അടുത്ത് വന്നാൽ ആരായാലും അയാളോട് ക്ഷമിക്കണം, അയാൾക്ക് പുറത്തു കൊടുക്കണം. ഇങ്ങനെ ഓരോന്നും, ഓരോ സംഗതിയും അങ്ങനെയാണ്. നോക്കൂ, വിശുദ്ധ ഖുർആൻ ആണല്ലോ റമദാനിനെ മനോഹരമാക്കുന്നത്. റമദാനിനെ റമദാനാക്കിയത് വിശുദ്ധ ഖുർആനാണ്. എല്ലാവർക്കും അറിയാം. ഷഹ്റു റമദാൻ എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? 9ാമത്തെ മാസം എന്നല്ല പറഞ്ഞത്, അല്ലല്ലോ, വേറെ എന്തെങ്കിലും അല്ല പറഞ്ഞത്. അല്ലദീ ഉൻസില ഫീഹിൽ. അപ്പൊ ഖുർആനിന്റെ മാസം. ഖുർആൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോക്കറ്റിൽ ഉണ്ടാകേണ്ട ഒരു സാധനമല്ല, നമ്മുടെ കടലാസുകളിൽ ഉണ്ടാകേണ്ട ഒന്നല്ല, പഠിച്ച് പരീക്ഷ എഴുതേണ്ട ഒന്നുമല്ല. മറിച്ച് ഖുർആനിലെ ഒരു വചനമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതിനാണ് ഖുർആൻ. അതുകൊണ്ടാണ് ഹുദൽ ലിന്നാസ് എന്ന് പറഞ്ഞത്. വായിക്കാൻ അവിടെ പറഞ്ഞിട്ടില്ലല്ലോ, ഇല്ല, എവിടെയും പറഞ്ഞിട്ടില്ല വായിക്കാൻ. ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്കുള്ള ഗൈഡ് ലൈനാണ് ഖുർആൻ. സോ എന്തെങ്കിലും ഒന്ന്, അതാണ് റമദാൻ നൽകുന്ന രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. അതിനാണ് നമുക്ക് സാധിക്കേണ്ടത്. നമുക്ക് ചുറ്റുഭാഗമുള്ളതെല്ലാം നമ്മളെ വിട്ടുപോകും, അപ്രത്യക്ഷമാകും. ഒന്ന് മാത്രം ബാക്കിയാവും, ഒറ്റൊന്ന് മാത്രം. അതിമനോഹരമായ ഒരു ഉദാഹരണം ഈ ഇമാം ഗസാലി റഹിമഹുല്ലാ പറയുന്നുണ്ട്. മനോഹരമാണ് ആ ഉദാഹരണം. അത് ഉറുമ്പുകൾ സഞ്ചരിക്കണത് നോക്കേണ്ടി. ഉറുമ്പുകൾ എന്തെങ്കിലുമൊക്കെ ധാന്യത്തിന്റെ പൊട്ടിയിട്ട് ഇങ്ങനെ പോണങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഏതുവരെ പോകുന്നറിയോ? അതിന് പ്രവേശിക്കാനുള്ള അതിൻ്റെ വീട് വരെ പോകും.
വീട് എന്ന് പറഞ്ഞാൽ ആ ഉറുമ്പിന്റെ മാളത്തിൽ വരും. ഉറുമ്പിന്റെ മാളത്തിലേക്ക് ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സാധനമായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല മാളത്തിന്റെ ഉള്ളിൽ. അധിക മാളങ്ങളും അങ്ങനെയാണ്. ചിലതുണ്ട് ഈ മഴയുടെ മുമ്പുള്ള മാളം മഴക്കാലത്തിന് മുമ്പുള്ളത് കുറച്ച് വലുതായിരിക്കും, കാരണം അവർക്ക് ഇത് കൊണ്ടുപോയി സേവ് ചെയ്യണം. മറ്റൊരു ഇത് അവിടെ പുറത്ത് വെക്കും, എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അവർ പോകും. പിന്നെ ആവശ്യമുള്ളപ്പോൾ തിരിച്ചു വന്ന് കഴിക്കും. ഇതാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ കുറേ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ നമ്മളെ മാളുണ്ടല്ലോ, അവിടേക്ക് പോകുമ്പോൾ എവിടെ വെക്കും? പുറത്ത് വെക്കും. പിന്നെന്താ കൂടേണ്ടത്? നമ്മൾ ചെയ്ത നന്മകളെ കൂടെ ഉണ്ടാവുക, അല്ലേ? അള്ളാഹു ഇത്ര കൃത്യമായിട്ടാണ് പറഞ്ഞത്. സൂറത്തുൽ കഹ്ഫ് നിങ്ങൾ വായിച്ചില്ലേ? അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. ഓ, എന്ത് രസാണ് ആ പദം, സീനത്തുൽ ഹയാത്തി ദുനിയ. ഭയങ്കരല്ലേ? മക്കളെ കാണാൻ എന്താ രസം അല്ലേ? സമ്പത്ത് എന്ത് രസ. പക്ഷേ എത്ര വരെ ഉണ്ടാവും? മാളം വരെ, ഉറുമ്പിന്റെ മാളം വരെ. മാളത്തിലേക്ക് കൊണ്ടുപോകാൻ എന്തേ ഉണ്ടാവുള്ളൂ? ബാഖിയാത്തുസ് സാലിഹാത്ത്. റമദാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനാണ്. ഏറ്റവും വലിയ ബാഖിയാത്തുസ് സാലിഹാത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ വിശുദ്ധിയാണ്. അതുകൊണ്ടാണ് റമദാനിനെ നിർബന്ധമാക്കിക്കൊണ്ട് അള്ളാഹു പറഞ്ഞത് എന്താ? നിങ്ങൾ സ്വർഗാവകാശികളാകാൻ എന്നല്ല പറഞ്ഞത്, ലഅല്ലക്കും തത്തഖൂൻ, അല്ലേ? ലഅല്ലക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തഖ്വ എന്താണ് എന്ന് സഹാബത്തിന് കാണിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ ഹൃദയത്തിലേക്ക്, സദറിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, അത്തഖ്വ ഹാഹുനാ, അതിന്റെ സ്ഥലം ഇവിടെയാണ്. യുഷീറു ഇലാ ഖദ്രിഹി സലാസ മറാത്ത്. അപ്പോൾ നമ്മൾ കൊണ്ടുപോകാനുള്ള ബാഖിയാത്തുസ് സാലിഹാത്തിൽ ഏറ്റവും പ്രധാനം നമ്മുടെ ഹൃദയത്തിന്റെ വിശുദ്ധിയാണ്. ഖൽബുൻ സലീമാണ്. അതാണ് ആ ഹൃദയ വിശുദ്ധി എന്ന് പറയുന്നത്. ഒരു മണ്ടത്തരമല്ല. പലരും മനസ്സിലാക്കണം അങ്ങനെയാണ്. നമ്മൾ തന്നെ പറയും, എന്തൊരു വിഡ്ഢിയാണ് അയാളില്ലേ, അവൻ അങ്ങനെയൊക്കെ ഉപദ്രവിച്ചിട്ടും ബാക്കിയങ്ങള് ഇല്ല പേര്, അങ്ങനെ പറയാം. എന്താ ചങ്ങയ്ക്ക് അറിയില്ലേ? ബോധം വരുന്നില്ലേ? അവനെ മണ്ടനാക്കുന്നുണ്ട്. സത്യത്തിൽ അവന്റെ ഹൃദയത്തിന്റെ ശുദ്ധിയാണ് അത്. അത് സത്യത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നവരെ വേർതിരിക്കാൻ വേണ്ടി അള്ളാഹു നൽകുന്ന സമ്മാനമാണ് ഹൃദയശുദ്ധി. ക്ലിയറല്ലേ? അള്ളാഹു സ്നേഹിക്കുന്നവരെ വ്യത്യസ്തമാകാൻ വേണ്ടി, തിരിച്ചറിയാൻ വേണ്ടി അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് നൽകുന്ന ഒന്നാണ് ഹൃദയവിശുദ്ധി. അതാണ് നമ്മൾ നേടേണ്ടത്. അതാണ് ശരിക്കും റമദാനിലെ തഖ്വ എന്ന് പറയുന്നത്. നമ്മളൊക്കെ സന്തോഷവാന്മാരായിരിക്കണം. ഹാപ്പി ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു സയൻസ് ഉണ്ട്. അത് എന്താന്ന് വെച്ചാൽ സന്തോഷമുള്ളവരായി ജീവിക്കുക എന്നുള്ളതാണ്. നമ്മളാണ് ശരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളവരാകേണ്ടത്. നമ്മളോട് പറയുന്നത് ഖുർആൻ മുഴുവൻ എന്താ പറയുന്നത്? ലാ ഖൗഫുൻ അലൈഹിം വലാഹും. എത്ര സ്ഥലത്താ നമ്മൾ ഓതാറുണ്ട്, പക്ഷെ നമ്മളൊക്കെ എങ്ങനെ? എല്ലാവരും സാഡി മൂഡിൽ, എല്ലാവരും. നിങ്ങൾ ആലോചിച്ചു, എന്തേ നമ്മൾ ഇങ്ങനെ ആയിപ്പോയി? എത്ര സ്ഥലത്താ എത്ര സ്ഥലത്താ പറഞ്ഞത്? നിങ്ങൾ എൻ്റെ ഗൈഡ് ലൈനെ ഫോളോ ചെയ്യുമെങ്കിൽ, എൻ്റെ ഹുദയെ നിങ്ങൾ പിൻപറ്റുമെങ്കിൽ, എന്ത് രസമുള്ള പദങ്ങളൊക്കെ ഫലാ യദില്ലു വലാ യഷ്ഖാ. നിങ്ങൾക്കൊരിക്കലും നിർഭാഗ്യമുണ്ടാവുകയില്ല, നിങ്ങളുടെ വഴി തെറ്റിപ്പോവുകയില്ല. നിങ്ങൾ ആലോചിക്കും നമ്മുടെ അവസ്ഥ എന്താണ്? എന്താ കാരണം എന്നറിയുക? നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അങ്ങനെയല്ല ആകേണ്ടത്. നമ്മൾ നമ്മുടെ ലക്ഷ്യത്തെ ശ്രദ്ധിക്കണം. നമുക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ലക്ഷ്യത്തെ ശ്രദ്ധിച്ചാൽ നമ്മുടെ ശ്രദ്ധ തെറ്റിക്കാൻ ആർക്കും കഴിയില്ല.
ഇല്ലെന്ന് മാത്രമല്ല, ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. അതാണ് വേണ്ടത്. നമ്മളത് ആസ്വദിക്കണം. നമ്മുടെ ലക്ഷ്യം അപ്പൊ എന്താ? നമ്മുടെ ലക്ഷ്യം? ഇവിടെ ജീവിക്കലാണോ? അല്ലല്ലോ, ഉറപ്പല്ലേ? ഇവിടെ ജീവിക്കലാണ് ലക്ഷ്യമെങ്കിൽ നമ്മൾ കരഞ്ഞു പോകും, നമ്മൾ ദുഃഖിച്ചു പോകും. ലക്ഷ്യം മാറുന്നത് കൊണ്ടാണ് ദുഃഖം വരുന്നത്. വളരെ ക്ലിയറാ. അതുകൊണ്ടാണ് ദുഃഖം വരുന്നത്. നമ്മൾ ആളുകളൊക്കെ ചോദിക്കണേ, ഓ ഗസയിലെ കുട്ടികൾ എന്ത് ഹാപ്പിയല്ലേ അല്ലെ? എന്നിട്ട് നമ്മളിരുന്ന് നമ്മളെ കുട്ടികളെ നോക്കണത്, എല്ലാം ചോദിക്കണ മുഴുവൻ കൊടുക്കണം നമ്മളെ കുട്ടികൾക്ക്. എന്നിട്ടും അവരെന്തല്ല, അവരുടെ മുഖം കൊണ്ട് ചുളിയാണതേ, എത്ര കൊടുത്തിട്ടുണ്ട്. മറ്റേ കുട്ടികളോ ഭയങ്കര ഹാപ്പി. എന്താ പ്രശ്നം? ഇതാ പ്രശ്നം. അവർക്ക് എന്തറിയാം? ലക്ഷ്യമറിയാം. ആ ലക്ഷ്യത്തേക്കുള്ള യാത്രയിലാണ് അവർ. ലക്ഷ്യത്തിലേക്കുള്ള യാത്രയെ അവർ ആസ്വദിക്കുന്നു. അവിടെയാണ് വിഷയം. നമുക്ക് റമദാൻ എളുപ്പമാകണമെങ്കിൽ നമ്മൾ അതിനെ ആസ്വദിക്കണം. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാം? അതാണ് ഭയങ്കര. രണ്ടാമത്തേത് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ അടുത്ത് ഉണ്ടാകേണ്ടത് ആവശ്യമുള്ളതാണ്. ആവശ്യമുള്ളത് മദീനെ. എന്തിനാ ആവശ്യമില്ലാത്തത്? അനാവശ്യമായ വസ്തുക്കളെ നമ്മൾ ഒഴിവാക്കണം. നമ്മൾ വേസ്റ്റ് ഒന്നും വീട്ടിൽ വെക്കാറില്ലല്ലോ, എന്നും ക്ലിയർ ആക്കൂലേ? വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അനാവശ്യമാണ്. അതുകൊണ്ട് ഒഴിവാക്കണത്. അനാവശ്യമായ ബന്ധങ്ങളുണ്ട്, നമുക്ക് ഒഴിവാക്കണം. കാരണം അനാവശ്യമായ ബന്ധങ്ങൾ നമ്മുടെ ലക്ഷ്യം തെറ്റിക്കും, മിസ്ഗൈഡ് ചെയ്യും. ഷുവർ. അനാവശ്യമായ സാധനങ്ങളുണ്ട് നമ്മുടെ വീട്ടിൽ. നോക്കിക്കോ, എല്ലാവരും ബെഡ്റൂമിലുണ്ട്, ഷെൽഫിലുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. അത് ആവശ്യമുള്ളവർക്ക് കൊടുക്കാൻ വെക്കുന്നേ. എന്തിനാ തൂക്കിട്ട്? അനാവശ്യമായ വസ്തുക്കൾ. കാരണം എന്താ അറിയോ? ഈ അനാവശ്യമായ വസ്തുക്കൾ നമ്മുടെ ലക്ഷ്യത്തെ തെറ്റിക്കും. അല്ലേ? ചിന്തിച്ചു, ലക്ഷ്യത്തെ തെറ്റിക്കും. അതാണ്. നമ്മുടെ സമയം കുറെ പോവല്ലേ ഇതില്? ഉണ്ടോ അല്ലേ? നമ്മുടെ എനർജി പോവല്ലേ കുറെ? അല്ലേ? എന്നിട്ട് നമ്മൾ പറയും, എനിക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞല്ലേ, തഹജ്ജുദ് നിസ്കരിക്കാൻ. എന്തേ? ഈ അനാവശ്യമാണ് കാരണം. ഓരോന്നും അങ്ങനെയാണ്. ഈ കഴിഞ്ഞ റമദാനിൽ എനിക്ക് ഖുർആൻ ഒരു ഖത്തം തീർക്കാനും കൂടി കഴിഞ്ഞില്ല. എന്തേ? സമയമില്ല. വിഷയം ഇതായിരുന്നു. നോക്കൂ, നമ്മുടെ സമയം, നമ്മുടെ ഊർജം, നമ്മുടെ എനർജി ഇതൊന്നും വേസ്റ്റാക്കാനുള്ളതല്ല. വേസ്റ്റാക്കരുത് ആരും. നമുക്ക് ചെയ്യാനുള്ള ജോലിയെക്കുറിച്ച് നമുക്ക് നല്ല ബോധമുണ്ടാകണം. ലക്ഷ്യത്തെക്കുറിച്ച് ഓർത്താൽ നമ്മുടെ ജോലിയെക്കുറിച്ച് നമുക്ക് ബോധം വരും. നമ്മുടെ ഉള്ളിൽ ഇത് വേണം. അല്ലെങ്കിൽ റമദാൻ അതൊരു റമദാനാവും, അത്രേ ഉള്ളൂ. റമദാനാവൂല. റമദാൻ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം തന്നെ കരിച്ചു കളയുന്നത് എന്നാണ്. കഠിനമായ ചൂടുള്ള കാലത്തായിരുന്നു ഇത്. ഈ മാസങ്ങളുടെ പേരുകൾ നിർണയിച്ച ആ വർഷം ഇത് കഠിനമായ ചൂടുള്ള ദിവസമാണ് വന്നത്. അപ്പൊ അതിന് പേരിട്ടു റമദാൻ. ഷിദ്ദത്തുൽ ഹർ എന്നാണ്, കഠിനമായ ചൂടുള്ള. റബീഉൽ അവ്വൽ നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താ? റബീഉ ഉള്ളത് കൊണ്ട് വസന്തകാലം. മറ്റത് റബീഉൽ ആഖിർ. ഓരോന്നും അങ്ങനെയാണ്. മൂന്നാമതായി നമ്മൾ ഓർക്കേണ്ടത്, ബന്ധങ്ങളുടെ എണ്ണമല്ല പ്രശ്നം, ബന്ധങ്ങളുടെ ക്വാളിറ്റിയാണ്, ഗുണനിലവാരം. മനസ്സിലായുണ്ടല്ലോ? ഏറ്റവും ക്വാളിറ്റിയുള്ള ബന്ധം ഉണ്ടാകേണ്ടത് ആരുമായിട്ടായിരിക്കണം? സംശയമുണ്ടോ? അള്ളാഹുമായിട്ടായിരിക്കണം. കാരണം നമ്മുടെ ലക്ഷ്യം അവിടേക്കല്ലേ. അപ്പൊ ആ ബന്ധമാണ് ആദ്യം റെഡിയാക്കി എടുക്കേണ്ടത്. ആ ബന്ധം എങ്ങനെയായിരിക്കണം? നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം. ഏറ്റവും കടുപ്പമുള്ള ബന്ധം, ഏറ്റവും ശക്തമായ ബന്ധം
ആരോടെന്ന് ചോദിച്ചാൽ ഉത്തരം ആരോടാ? വെറുതെ പറയരുത് കേട്ടോ. ആകണം, ആകാൻ ആഗ്രഹിക്കണം, കൊതിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാണ്. ബന്ധങ്ങളുടെ നോക്കൂ, എണ്ണമല്ല പ്രശ്നം. എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട് എന്നതല്ല, നേരെ മറിച്ച് ഉള്ള ബന്ധങ്ങൾ ക്വാളിറ്റി ഉള്ളതായിരിക്കണം. നോക്കൂ, ഉള്ള ബന്ധങ്ങളുടെ വൃത്തത്തിലുള്ളവരോട് അതൊരു വിഷയമാണ്. ഉള്ളവരോട് നമുക്കുണ്ടാകേണ്ടത് നല്ല ബന്ധമായിരിക്കണം, ഹൃദയം തുറന്ന ബന്ധം ഉണ്ടാകണം. മറ്റേ വേണ്ട, ആ ബന്ധം ക്ലോസ് ചെയ്യാം. കാരണം അത് നിഫാഖാണ്, കാപട്യമാണ്. നമ്മൾ ശ്രദ്ധിക്കണം, വളരെ പ്രധാനമാണ്. ആരോടും, അള്ളാഹുവിനോട് വേണ്ടെന്ന് പറയണ്ടല്ലോ. അവിടെയാണ് മുനാഫിഖ് എന്ന് വിളിച്ചത്. അതാ മുനാഫിഖാകാൻ കാരണം. ബന്ധത്തിലെ ക്വാളിറ്റി ഇല്ലായ്മയാണ് എന്താക്കിയത്? മുനാഫിഖാക്കിയത്. ഇതെല്ലാത്തിനും വേണം. നിങ്ങളുടെ മക്കളോട്, ഭർത്താക്കന്മാരോട്, സഹോദരന്മാർ. നോക്കൂ, കുറച്ച് മതി. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് മതി. ഉള്ളത് എന്താകണം? ക്വാളിറ്റിയുള്ള ബന്ധങ്ങളാണ്. റമദാൻ അതാണ് നമുക്ക് നൽകുന്നത്. അതിലേക്ക് നമ്മൾ എത്താൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് നമുക്ക് ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അതെന്താന്ന് വെച്ചാൽ, നമുക്ക് ഇങ്ങനെ റമദാനിലെത്താൻ അനുഗ്രഹം നൽകിയ റബ്ബിനോട് കൃതജ്ഞത വേണം. ആദ്യം കൃതജ്ഞതയാണ് ജീവിതം. മനസ്സിലാക്കിയോ? അപ്പൊ ഭയങ്കര ഹാപ്പി ആയി, സന്തോഷം പോയത് അവിടേക്കാണ്. കിട്ടിയതിൽ നമുക്ക് എന്ത് തോന്നിയില്ല? കൃതജ്ഞത തോന്നിയില്ല. കിട്ടിയപ്പോ നമ്മൾ അപ്പുറത്തേക്കാ നോക്കരുതായിരുന്നു. കിട്ടിയതിലേക്ക് നോക്കണം. അതാണ്, ഓരോരുത്തരും അവനവനിലേക്ക് നോക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മുടെ ഏറ്റവും വില കൂടിയ സാധനം ഏതാ? എല്ലാവരുടെ അടുത്തുണ്ട്. ജീവനാണ് ഏറ്റവും വില പിടിച്ച സാധനം, അല്ലേ? ആ ജീവനിലേക്ക് മാത്രം നോക്കിയാൽ മതിയേ, നമ്മുടെ എല്ലാ ദുഃഖങ്ങളും പോകും. ജീവിക്കാൻ തൗഫീഖ് ഉണ്ടായില്ലേ? എന്റെ ശരീരത്തിൽ ഇപ്പൊ ജീവനില്ലേ? ജീവനുള്ളോ എന്നല്ലേ നിങ്ങൾ ഇവിടെ വന്നിരുന്നത്? അതുകൊണ്ടല്ലേ ഞാൻ സംസാരിക്കുന്നത്? അതുകൊണ്ടല്ലേ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത്, അനുഭവിക്കാൻ കഴിയുന്നത്? ജീവിതമാണ് പ്രധാനം, ജീവനാണ് പ്രധാനം, ജീവൻ. അതുകൊണ്ടല്ലേ അല്ലാഹു തആല കടുത്ത പാപമാക്കി നിശ്ചയിച്ചു. എന്ത്? വലാ തഖ്തുലൂ അൻഫുസക്കും. എന്താ കാര്യം എന്നറിയോ? ഇത് പോയാൽ പിന്നെ നന്ദി ചെയ്യാൻ കഴിയില്ല. അതൊക്കെ ജീവൻ പോയാൽ, ഞാനുള്ളത് തന്നെ ജീവനുള്ളത് കൊണ്ടല്ലേ. ഞാൻ തിന്നുന്നതും കുടിക്കണവും എന്തുകൊണ്ടാ? ജീവനുള്ളത് കൊണ്ട്. ആസ്വദിക്കാൻ കഴിയുന്നത് ജീവനുള്ളത് കൊണ്ട്. എല്ലാ ആസ്വാദനങ്ങളും. അപ്പൊ നമ്മൾ ആ ഒരു കൃതജ്ഞത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഇത് വന്നാൽ നമ്മളെ തകർക്കാൻ ആർക്കും കഴിയില്ല. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഏറ്റവും വലിയ അള്ളാഹു നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ജീവനാണെങ്കിൽ, ജീവിതത്തിൽ ഉണ്ടാകുന്ന തളർച്ച നമ്മളെ ദുഃഖിപ്പിക്കും? എന്തെങ്കിലും ഉണ്ടാക്ക്? ഒന്നുകൂടി പറയാം. ജീവനാണ് അമൂല്യമെങ്കിൽ, ആണെന്ന് ഉറപ്പായല്ലോ നിങ്ങൾക്ക്. ഒരു വില കൊടുത്താലും ആരെ കിട്ടൂല? അതുകൊണ്ട് ഏറ്റവും വലിയ അനുഗ്രഹം ജീവനാണ്, ജീവിതമല്ല, ജീവൻ. എന്റെ ശരീരത്തിൽ ജീവൻ ഉണ്ടായത് കൊണ്ടാണ് അതിൽ ആത്മാവുള്ളത്. ജീവൻ ഭയങ്കര അത്ഭുത. ജീവൻ എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ ഗർഭാശയത്തിലേക്ക് 4ാമത്തെ മാസം ഓടി വന്നതാണ്. ആർക്കും തടുക്കാൻ പറ്റാത്ത ഓട്ടമായിരുന്നു. ഏറ്റവും വലിയ ഓട്ടം അതിനാണ്. പഠിച്ചില്ല? ഓടി വരിക. നിങ്ങളുടെ ഭർത്താവിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ഈ സാധനം, ഇത് നിങ്ങളുടെ ശരീരത്തിലുള്ള മറ്റൊരു സാധനവുമായി കൂടിച്ചേർന്ന് അതിൽ ജീവൻ ഉണ്ടായിട്ട് അത് ഓടി വരിക. അതിന്റെ താവളം നിങ്ങളുടെ ഗർഭാശയമാണ്. അവിടെ എത്തി അത് നിൽക്കുള്ളൂ. അന്ന് തുടങ്ങിയത് ആ ഓട്ടം, ഓടുകയാണ്. ഏറ്റവും വില കൂടിയത് അതാണ്.
അപ്പൊ അതിനെയാണ് നമ്മൾ, അതാണ് വലുതെങ്കിൽ, ജീവനാണ് എനിക്ക് വലുതെങ്കിൽ ജീവിതത്തിൽ വരുന്ന ഉയർച്ചയോ താഴ്ചയോ നമ്മളെ ദുഃഖിപ്പിക്കുകയോ സന്തോഷിപ്പിക്കുകയോ ചെയ്യേണ്ടതില്ല. ക്ലിയർ അല്ലേ? ഇതൊന്നും അല്ല പ്രധാനം എന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമുക്ക് ദുഃഖവും പ്രശ്നങ്ങളും ഒക്കെ വരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് ചോദിച്ചാൽ, നോക്കൂ, ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സയ്യിദുൽ ഫാത്തിർ എന്ന് പറഞ്ഞ മനോഹരമായ ഒരു ഗ്രന്ഥമുണ്ട്. ഭാവനകളാണ് ആ ഗ്രന്ഥത്തിൽ. അദ്ദേഹം അതിലൊരു സംഭവം പറയുന്നു. അദ്ദേഹം ജീവിച്ച കാലത്തുള്ള ജൂതന്മാരുടെ ഇടയിലുള്ള ഒരു സംഭവമാണ്. ഒരു ജൂത പുരോഹിതൻ അദ്ദേഹത്തിന്റെ സംസാരമാണ്. അദ്ദേഹം റബ്ബിനോട് ചോദിക്കുന്നുണ്ട്, യാ റബ്ബ് കം അഅസീക് വലാ തുആഖിബ്നി. റബ്ബേ, എത്ര കാലമായി ഞാൻ നിന്നെ ധിക്കരിച്ച് ജീവിക്കുന്നു, എന്നിട്ട് എന്താ നീ എന്നെ ശിക്ഷിക്കാത്തത്? നമുക്കൊക്കെ അങ്ങനെ ചോദിക്കൽ തോന്നലല്ലേ? എനിക്ക് തോന്നലുണ്ടേ. ഞാൻ എൻ്റെ കാര്യം ഞാൻ ഒരുപാട് അള്ളാനെ ധിക്കരിക്കുന്നുണ്ട്, പക്ഷെ എന്നിട്ടും എനിക്ക് എൻ്റെ ജീവിതം ഭയങ്കര സുഖമാണ്. എല്ലാവർക്കും തോന്നല്ലേ? തോന്നാറട്ടെ. അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയോ? എത്ര കാലായി ഞാൻ നിന്നെ ശിക്ഷിക്കണ്, നിനക്ക് മനസ്സിലാണില്ല. എന്താണ് ശിക്ഷ? അലൈസ ഖദ് ഹറംതുക ഹലാവത മുനാജാതി. നിനക്ക് ഏറ്റവും വലിയൊരു ടേസ്റ്റ് നഷ്ടപ്പെട്ടിട്ടില്ലേ? ഏറ്റവും വലിയൊരു രുചി നഷ്ടപ്പെട്ടില്ലേ? അതാണ് നിനക്കുള്ള ശിക്ഷ. ഏതാണ് രുചി? ജ്യൂസ് കുടിച്ചപ്പോ ടേസ്റ്റ് ഇല്ലാത്ത രുചിയല്ല, ഭക്ഷണം കഴിച്ചിട്ട് ടേസ്റ്റ് ഇല്ലാത്ത രുചിയല്ല, മറിച്ച് അള്ളാഹുവുമായുള്ള മുനാജാത്തിൽ രുചിയില്ലായ്മ വന്നു. ഇബാദത്തുകൾ അഖിലം, പ്രത്യേകിച്ച് റമദാൻ, അള്ളാഹുവുമായുള്ള രഹസ്യ ബന്ധമാണ്. ആണോ അല്ലേ? സംശയമില്ലല്ലോ. രഹസ്യബന്ധമാണ്. അതിലുള്ള ആസ്വാദനമാണ് യഥാർത്ഥത്തിൽ ഏറ്റവും മർമ്മമായ പ്രശ്നം. അതുണ്ടായാൽ ബാക്കിയൊക്കെ ശരിയാവും. നമ്മൾ ആസ്വദിക്കാറുണ്ട്, ഏതെങ്കിലും ഇബാദത്തുകളെ ആസ്വദിക്കാറുണ്ട്. ഞാൻ എന്നോട് ചോദിച്ചു, ഈ സംസാരം നടത്താൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഞാൻ ആദ്യം എന്നോട് ചോദിച്ചു, കഴിഞ്ഞ റമദാനിലെ ഏതെങ്കിലും ഒരു ദിവസം സൂര്യൻ അസ്തമിക്കരുതേ എന്ന് ഞാൻ ആഗ്രഹിച്ചോ? നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിച്ചോ? സൂര്യൻ അസ്തമിച്ചാൽ ആര് പോവും? റമദാൻ പോവും. ഇല്ലല്ലോ. ആഗ്രഹിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, തിരിച്ചാഗ്രഹിച്ചില്ലേ? ഒന്ന് മാരിവാൻ കൊടുത്തെങ്കിൽ നിങ്ങളിവിടെ ഒരു ഫിലിം കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് വെക്കുക. അതിമനോഹരമായ ഒരു ഫിലിമാണ്, ഭയങ്കര രസമുള്ള കഥ. ഇഷ്ടമുണ്ടാവോ അവസാനിക്കാൻ? നിങ്ങൾ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇഷ്ടമുണ്ടാവോ? അപ്പൊ പ്രശ്നം എവിടെ? ഞാൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്. ഞാൻ ഒരുപാട് ദിവസം ആഗ്രഹിച്ചിട്ടുണ്ട് ഒന്ന് മഗ്‌രിബായി കിട്ടിയെങ്കിൽ. നമ്മൾ ആലോചിക്കണം, ഒന്ന് വേഗം ബാങ്ക് കൊടുത്തെങ്കിൽ. ഇയാൾക്ക് എന്താ സമയമായിട്ടും ബാങ്ക് കൊടുക്കാത്തത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞുപോയ റമദാനിലെ ഏതെങ്കിലും ഒരു ദിവസം വിശുദ്ധ ഖുർആൻ നിവർത്തി വെച്ച് വായിക്കുമ്പോ നമുക്ക് എന്തെങ്കിലും ഫീലിംഗ് ഉണ്ടായോ? ഈ ജുസ് തീർക്കണമെന്ന ഫീലിംഗ് അല്ലാതെ വേറെ എന്തുണ്ടാകും? ഇന്ന് 11ാമത്തെ ദിവസമാണ്. ഇന്ന് 11ാമത്തെ ജുസ് എങ്കിലും തീരണം. അതല്ലാതെ എപ്പോഴെങ്കിലും ആ ഖുർആൻ വായിച്ചപ്പോൾ അള്ളാഹു എന്നോട് സംസാരിക്കുകയാണ്, അള്ളാഹു കുറച്ച് ശക്തമായി ഇവിടെ പറയുന്നുണ്ട്, എനിക്ക് പേടിയാവുന്നു. പേടിയായോ ആർക്കെങ്കിലും? എവിടെയെങ്കിലും ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ റമദാനിൽ ഖുർആൻ വായിച്ചപ്പോ ഏതെങ്കിലും ഒരു വചനം വായിച്ചപ്പോ കണ്ണിൽ നിന്ന് ഒരിറ്റ് കണ്ണുനീർ താഴെ വീണോ? സ്വർഗത്തെക്കുറിച്ച് കേട്ടപ്പോ എവിടെയെങ്കിലും നമ്മൾ സന്തോഷിച്ചോ?
അതിലുള്ള അനുഭൂതി കൊണ്ട് ഈ ഖുർആൻ നിലത്ത് വെക്കാൻ പൂട്ടിവെക്കാൻ സാധിക്കാത്ത വണ്ണമുള്ള ഒരു വൈകാരികത, ഒരു ഇമോഷൻ നമുക്ക് അനുഭവപ്പെട്ടോ? ഞാൻ എന്നോട് ചോദിച്ചാട്ടോ, നിങ്ങളാരും ബേജാറാണ്ട. ഞാൻ എന്നോട് ചോദിച്ചാ, ഒരു ന്യൂസ് പേപ്പർ വായിക്കുന്ന അല്ലെങ്കിൽ ഒരു നല്ല മാഗസിൻ വായിക്കുന്ന, നല്ല ചിത്രങ്ങളുള്ള ഒരു മാഗസിൻ മറിച്ചു നോക്കുന്ന ഒരു ആസ്വാദന വികാരമെങ്കിലും നമുക്ക് ഖുർആൻ മറിച്ചു നോക്കാനുണ്ടായോ? ഖിയാമുൽ നിസ്കരിച്ചില്ലേ കുറെ ആൾക്കാര്? എപ്പോഴെങ്കിലും ഇമാമ് നമസ്കാരം അവസാനിപ്പിച്ചില്ലെങ്കിൽ എന്ന് നമ്മൾ കൊതിച്ചോ? കുറച്ചും കൂടി നേരം അധികം സുജൂദിൽ കിടന്നെങ്കിൽ? തിരിച്ചുള്ള ഞാൻ ചോദിക്കുന്നത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഒരുപാട് കുനൂത്തുകളിൽ പങ്കെടുത്തിട്ടുണ്ടാവും, പ്രത്യേകിച്ച് ഖിയാമുൽ ലൈലിലൊക്കെ, അല്ലെ? ദീർഘമായ കുനൂത്തുകൾ. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഈ കുനൂത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവിടെയൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാകുക ഇമാം ഒന്ന് ചുരുക്കിയെങ്കിൽ എന്നായിരിക്കും. നേരെ മറിച്ച് നോക്കൂ, ഞാൻ വളരെ കൃത്യമായിട്ട് പറയാണ്, ആരെങ്കിലും ഇതൊക്കെ ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ, അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, വല്ലാഹി എനിക്ക് അയാളെ കാണാൻ ഭയങ്കര ഇഷ്ടമുണ്ട്. ഒന്നുമില്ല, അയാളെ മുഖത്തേക്കൊന്ന് നോക്കാനാ, അയാളെ കൂടെ ഒന്ന് ഇരിക്കാനാ, അയാളോടൊന്ന് ചോദിക്കാനാ എങ്ങനെ ഇത്. നമ്മൾ എത്തേണ്ടത് അങ്ങോട്ടാണ്. ഒരുപാട് ഒരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവും. റമദാനും സ്ത്രീകളെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടാവും. ആ ഒരുക്കങ്ങളൊക്കെ നടന്നോട്ടെ, പക്ഷേ അത് പോരാന്ന് ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആ ഒരുക്കം പോരാ. ഒരു മാറ്റം ഈ വർഷത്തെ റമദാനിൽ ഉണ്ടാകണം എന്ന് തോന്നുന്നു. എല്ലാവരും മനസ്സിലാക്കിക്കോ, ഇബാദത്തുകളുടെ ആസ്വാദനമാണ് ഒരു ഇബാദത്തിനെ ജീവനുള്ളതാക്കുന്നത്. ആസ്വദിക്കാതെ, അനുഭവിക്കാതെ ഒരു ഇബാദത്തും കടന്നു പോകരുത്. നിങ്ങൾ ഇവിടെ വന്ന് ഈ ക്ലാസ്സിൽ ഇരിക്കുന്നത് പോലും ഇതിൽ ആസ്വാദനമില്ലെങ്കിൽ അത് വെറുതെ. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു എൻജോയ്മെന്റ് ഉണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, കടലാസിൽ എഴുതി തരാൻ പറ്റാത്ത വല്ലാത്തൊരു വികാരം. ആ വികാരമാണ് യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനമായത്. അതല്ലെങ്കിൽ സഹോദരിമാരെ, ജീവനില്ലാത്ത ശരീരം പോലെയായിരിക്കും നമ്മുടെ നോമ്പ്, നമ്മുടെ ഇബാദത്തുകൾ. നോക്കൂ, നമ്മൾ പരിശോധിക്കണം, ഈ ആസ്വാദനത്തെ തടയുന്ന എന്താണ്? എൻ്റെ നോമ്പ് ഞാൻ ആസ്വദിക്കുന്നതിൽ നിന്ന് എന്നെ തടയുന്ന എന്താ ഉള്ളത്? അതിനെ നമ്മൾ നശിപ്പിച്ച് കളയണം. നമുക്ക് വേണ്ടാത്തതാണ്. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് സാധനങ്ങൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞില്ലേ, അതിനെ ഒഴിവാക്കണം. അത് പ്രധാനമാണ്. നോക്കൂ, ഈ റമദാനിലെ നമ്മൾ ആസ്വദിച്ചാൽ, അനുഭവിച്ചാൽ, ഇബാദത്തുകളെ നമ്മൾ ആസ്വദിച്ചാൽ ഒരിക്കലും നമുക്ക് തെറ്റുകൾ ചെയ്യുമ്പോൾ ആസ്വാദനം കിട്ടൂല. ഇപ്പൊ നമുക്ക് തെറ്റുകൾ ചെയ്യുമ്പോൾ ആസ്വാദനം കിട്ടണില്ലേ? നിങ്ങളാരും തലേന്നും അനക്കണ്ട, ഞാൻ വെറുതെ ചോദിച്ചതാ. ഞാൻ എൻ്റെ കഥയെ പറഞ്ഞത്. ചില തെറ്റുകൾ ചെയ്യുമ്പോൾ, തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചില തെറ്റുകൾ ചെയ്യുമ്പോൾ എനിക്ക് ആസ്വാദനം ഉണ്ടാകാറുണ്ട്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, എൻ്റെ നന്മകളെ ആസ്വദിക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ മാറിപ്പോയി. കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. ഒരു ഹിജാബ് വന്നു, ഒരു സ്ക്രീൻ. ആ സ്ക്രീൻ ഉള്ളത് കൊണ്ടാണ് എനിക്ക് നന്മകൾ, ഇബാദത്തുകൾ, നമസ്കാരങ്ങൾ, നോമ്പുകൾ, സദഖകൾ ആസ്വദിക്കാൻ കഴിയാതെ പോകുന്നത്. അതാണ്, ആ സ്ക്രീനാണ് മാറ്റേണ്ടത്. ആ സ്ക്രീൻ മാറ്റിയേ തീരൂ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, തേൻ എല്ലാവരും കുടിക്കാറില്ല? തേൻ കുടിക്കുമ്പോൾ എന്നെങ്കിലും ഒരു ദിവസം
കയ്പ് അനുഭവപ്പെട്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാ? തേനമധുരം. പക്ഷെ റമദാനിൽ നോമ്പ് നോറ്റപ്പോ പല ദിവസവും കയ്പുണ്ടായില്ലേ? എന്താ കാര്യപ്പം? ആ റമദാനിൽ എന്തില്ല? മധുരമില്ല. റമദാൻ മധുരമുള്ളതാണ്. നോക്കൂ, ഹിജ്റ 2-ാം വർഷമാണ് റമദാൻ നിർബന്ധമാക്കുന്നത്. ആ 2-ാം വർഷമാണ് ബദർ യുദ്ധം. ആ ബദർ യുദ്ധം ഏത് മാസത്തിലാ? ആ ബദർ യുദ്ധത്തിന് പോയ കഥ നിങ്ങളുടെ ഉള്ളിലില്ലേ? അപ്പൊ ശരിക്കും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാം, ഈ ഭൗതികമായ ഒന്നുമല്ല ആസ്വാദനത്തിന്റെ അടിസ്ഥാനം. ആണോ അല്ലേ? ഉറപ്പല്ല? ഒന്നുമല്ല. എത്രയോ വലിയ കൊട്ടാരങ്ങളുള്ള മനുഷ്യൻ, വലിയ വീടുകളിലുള്ള വലിയ സൗകര്യങ്ങളുള്ള ആളുകളുണ്ട്. അവരുടെ ഉള്ളിങ്ങനെ വിങ്ങിപ്പൊട്ടാണ്. വിങ്ങിപ്പൊട്ട. അതല്ല സംഭവം. മറിച്ച് ഈ മനുഷ്യന്റെ ശരീരത്തിൽ ഒരു സാധനമുണ്ട്, ഒരു മാംസകഷ്ണം. ആ മാംസകഷ്ണമാണ് ആസ്വാദനത്തിന്റെ മുഖ്യ ഹേതു. അവിടെയാണ് ആസ്വാദനം. അതുകൊണ്ടാണ് നെയ്യത്ത് പ്രധാനമായത്. നെയ്യത്തിന്റെ ഇടം അൽബാക്കിയത്. അൽബാണ് ഞാൻ പറഞ്ഞ സാധനം. അതിൻ്റെ ഉള്ളിൽ ആസ്വാദനം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ബാഹ്യമായ എന്ത് കിട്ടിയിട്ടും ആസ്വാദനം അനുഭവിക്കാൻ കഴിയില്ല. നമുക്കതിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കും. അതാണ്. അവരാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 രാവുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിയിട്ടില്ല. നബിയുടെ പത്നിമാർ ഉറങ്ങിയിട്ടില്ല. സഹാബത്ത് ഉറങ്ങിയിട്ടില്ല. നബിയുടെ സ്വഭാവം നിങ്ങൾക്കറിയാം. എന്തുകൊണ്ടായിരുന്നു അത്? ഉറക്കിനേക്കാൾ ആസ്വാദനം ആ ഉണർച്ചക്കുണ്ടായിരുന്നു. നമ്മൾ ഉറങ്ങാത്ത രാത്രി നമുക്ക് ഓർമ്മല്ലേ? ഏത് വേദന വന്നിട്ട് ഉറങ്ങാത്ത രാത്രിയല്ല, സന്തോഷം കൊണ്ട് ഉറങ്ങാത്ത രാത്രിയില്ലേ? എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് ഇല്ലേ? നമ്മുടെ ജീവിതത്തിലെ, കുടുംബ ജീവിതത്തിലെ ആദ്യത്തെ രാത്രി ഉറങ്ങിയിട്ടുണ്ടാവില്ല, പക്ഷെ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഭയങ്കര എൻജോയ്മെന്റ് ആയി. നമ്മുടെ മക്കളുടെ കല്യാണത്തിന്റെ രാത്രി, അല്ലെങ്കിൽ അനുജത്തിമാരുടെ കല്യാണത്തിന്റെ രാത്രി ഉറങ്ങിയിട്ടില്ല. എന്താ കാര്യം? പിറ്റേന്ന് രാവിലെ നമുക്ക് ഉറക്കക്ഷീണുണ്ടോ? ആരോടെങ്കിലും കംപ്ലൈന്റ് പറഞ്ഞു? ഉറങ്ങി തൂങ്ങിയാണോ വന്നത്? അല്ല. എന്താ കാര്യം? ആസ്വാദനം. അവരാസ്വദിച്ചു. അവരെ കുറിച്ച് പറഞ്ഞു, ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വഉയൂൻ ആഖിദീന മാ ആതാഹും റബ്ബുഹും. സ്വർഗത്തിലെത്തിയപ്പോഴേ ഭയങ്കര ഹാപ്പി. എന്താ കാരണം? അള്ളാഹു എന്തൊക്കെയോ അവർക്ക് കൊടുത്തു. എന്താ കൊടുക്കാൻ കാരണം? ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ. അവർ മുഹ്സിനുകളായിരുന്നു. ഇഹ്സാൻ എന്നത് അള്ളാഹുവിന്റെ ഇബാദത്തുകളെ ആസ്വദിക്കുന്ന ഒരു സ്റ്റേജാണ്. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ലേ? അത് ഇസ്ലാമുണ്ട്, ഈമാനുണ്ട്, ഇഹ്സാനുണ്ട്. എന്താ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? അൻ തഅ്ബുദ റബ്ബക കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അതാണ് ഇഹ്സാൻ. നിങ്ങൾ റബ്ബിനെ ഇബാദത്ത് ചെയ്യുമ്പോൾ റബ്ബിന്റെ മുമ്പിലുണ്ട് എന്ന വികാരത്തോടുകൂടി, എന്ന വിചാരത്തോടുകൂടി. നിങ്ങൾക്ക് അവനെ കാണാൻ പറ്റുന്നില്ലെങ്കിലും അവൻ നിങ്ങളെ കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് ആസ്വാദനം കിട്ടുക. അല്ലെങ്കിൽ എന്താ ആസ്വാദനമായിട്ട് നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ്. നമ്മളെ നമസ്കാരപ്പായയിൽ ആരില്ല? റബ്ബില്ല. ഉണ്ടോ? ഇല്ല. അതിൽ മറ്റു പല സാധനങ്ങളും, നിസ്കാരക്കുപ്പായ ഉണ്ടാവും, തസ്ബീഹ് മാല ഉണ്ടാവും, ചിലപ്പോൾ കുറെ ബുക്ക് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ അവിടെ അല്ലല്ല, റബ്ബില്ല. അതുകൊണ്ട് നമുക്ക് ആര് വരുന്നില്ല? ഇഹ്സാൻ. ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ. അടുത്ത വരി, കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ. രാത്രിയിൽ അവർ കിടപ്പറയിൽ ചെലവഴിച്ച സമയം തുച്ഛമായിരുന്നു. കാരണം എന്താ വെച്ചാൽ, ഈ കിടപ്പറയിലുള്ളതിനേക്കാൾ ആസ്വാദനം ആ കിടപ്പറയിൽ വിരിക്കുന്ന ഒരു മുസല്ലക്ക് അവർക്ക് അനുഭവപ്പെട്ടു. അതാണ് റമദാനിൽ അവർ നേടിയെടുത്തത്. മാത്രമല്ല, വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. ആ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അവർ വാട്സപ്പ് നോക്കിയിട്ടില്ല, ഫേസ്ബുക്കിലായിരുന്നില്ല അവര്. ആരെങ്കിലും മെസ്സേജ് അയച്ചോ നല്ല നോക്കിയത്. യസ്തഗ്ഫിറൂൻ. അവിടെയായിരുന്നു അവരുടെ ആസ്വാദനം. നോക്കൂ, ഇങ്ങനെയായിരിക്കണം നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ്. ഈ റമദാൻ നമുക്ക് ഏറ്റവും ആസ്വാദനമുള്ളതാകണം.
വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. നമ്മൾ ആരായിരിക്കണം? റബ്ബിനോട് കടുപ്പമുള്ള സ്നേഹമുള്ളവരായിരിക്കണം. ഇങ്ങനെ റമദാനിനെ എനിക്ക് ആസ്വദിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും കഴിയും. വളരെ എളുപ്പമാണ്. അല്ലാഹു തആല ഒന്നേ പറഞ്ഞുള്ളൂ, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് ഞാൻ പോവുകയാണ്. നമ്മുടെ ലക്ഷ്യം നമുക്ക് എളുപ്പമാകും എപ്പോൾ? വല്ലദീന ജാഹദൂ ഫീനാ. ആ ലക്ഷ്യത്തിലെത്താൻ കഠിന പ്രയത്നം ഉണ്ടാകണം. കഠിന പ്രയത്നമില്ലാത്ത ഏതെങ്കിലും ബിസിനസ്സുകാർ വിജയിച്ചിട്ടുണ്ടോ? നമ്മൾ ചില ബിസിനസ്സുകാരുടെ ഇന്റർവ്യൂസ് കണ്ടിട്ടില്ലേ? അല്ലേ? ഭയങ്കര അല്ലേ? അവരെ കാറ് കാണുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര കാറല്ലേ. പക്ഷെ അവരുടെ പിറകോട്ട് പോയി നോക്കും, അവിടെ ജിഹാദ് നടത്തിയിട്ടുണ്ട്, കഠിന പ്രയത്നം. അല്ലാഹു പറയാ, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. അല്ലാഹു എളുപ്പമാക്കി തരും. അതാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ജിഹാദ് വേണം, കഠിന പ്രയത്നം വേണം. ഇത് കേട്ടു പോയാൽ പോരാ, ഞാൻ പറഞ്ഞു നിർത്തിയാൽ പോരാ. നമുക്ക് തോന്നണം, നമ്മുടെ ഉള്ളിൽ നിന്ന് മാറണം എന്ന ഒരു തോന്നൽ നമുക്കുണ്ടാകണം. അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഇങ്ങനെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഒരടിമ എന്നെ കുറിച്ച് നല്ലത് വിചാരിച്ചാൽ ഞാൻ അവനെ കുറിച്ച് നല്ലത് വിചാരിക്കും. ഒരടിമ എൻ്റെ അടുത്തേക്ക് അവൻ്റെ മനസ്സിൽ എന്നെ കുറിച്ച് ചിന്തിച്ചാൽ ഞാനും അവനെ കുറിച്ച് ചിന്തിക്കും. അല്ലേ? ഹദീസൊക്കെ നിങ്ങൾക്കറിയില്ലേ? നമ്മുടെ സമയം കുറവായതുകൊണ്ട് അവൻ എന്നിലേക്ക് ഒരു ചാണെടുത്താൽ നോക്കൂ ആ സ്നേഹത്തിന്റെ ശക്തി. നമ്മൾ എന്ത് ചെയ്യേണ്ടുള്ളൂ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യം പറഞ്ഞു, അത് ശ്രദ്ധിച്ചാൽ മതി. സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. ഈമാനിന്റെ ആസ്വാദനം, രുചി കിട്ടണോ? 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബു ഇലൈഹി മിമ്മാ. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ ആരായിരിക്കണം? അള്ളാഹു, രണ്ടാമത്തേത് റസൂൽ. ഒന്ന് ട്രൈ ചെയ്തു. ബാക്കിയുള്ളതൊക്കെ ഒരു പ്രിഫറൻസിൽ ഒരു മാറ്റം വരുത്താൻ വെറുതെ വരും ആസ്വാദനം. അതില്ലാത്ത കാലത്തോളം നമ്മൾ നോമ്പ് നോറ്റാൽ ആസ്വാദനം കിട്ടിക്കൊള്ളണമെന്നില്ല. രണ്ടാമത്തേത് എന്തിനാണ് പരസ്പരം നമ്മൾ സ്നേഹിക്കുന്നത്? മനുഷ്യനെ സ്നേഹിക്കുന്നത് എന്തിനാ? പേടിയുണ്ടല്ലേ ഉത്തരം പറയാൻ? ഭർത്താവിനെ സ്നേഹിക്കുന്നത് എന്തിനാ? മൂപ്പര് മക്കളെ സ്നേഹിക്കുന്നത് എന്തിനാ? സുഹൃത്തുക്കളെ സ്നേഹിച്ചത് എന്തിനാ? അപ്പം സ്നേഹത്തിന്റെ ക്രൈറ്റീരിയ മാറ്റണം. അതിനേ ഉള്ളൂ. ക്രൈറ്റീരിയ എന്താ? ഇല്ലാ ലില്ലാ, അള്ളാഹുവിന് വേണ്ടി. നമുക്ക് പറയണം ഐ ലവ് യു എന്ന് പറയണം. എന്താ കാരണം? നിന്റെ സൗന്ദര്യമല്ല, നിന്റെ പേഴ്സണാലിറ്റി അല്ല, നിന്റെ സമ്പത്തല്ല, നിന്റെ പൊസിഷൻ അല്ല. ക്രൈറ്റീരിയ മാറ്റിയാൽ മതി. നമ്പർ 2, അതോടുകൂടി നമുക്ക് ആസ്വാദനം അങ്ങോട്ട് വല്ലാതെ വരും. അത് ഭയങ്കര രസമുള്ള ആസ്വാദനം. മൂന്നാമത്തെ കാര്യം, ഒരു കുഫറിലേക്ക് കുഫറിൽ നിന്ന് വന്നതാ നമ്മളൊക്കെ. ഒരുപാട് തോന്നിയാ വന്നത്. അതിലേക്ക് തിരിച്ചു പോകാൻ നമുക്ക് വെറുപ്പുണ്ടാകണം. ഏതുപോലെ വെറുപ്പുണ്ടാകണം? ഒരാൾ നമ്മളെ പൊക്കിയെടുത്ത് ഒരു തീക്കുണ്ടാരത്തിലേക്ക് എറിയുന്നത് എപ്രകാരം നമുക്ക് പ്രയാസമാണോ വെറുപ്പാണോ അപ്രകാരം. 3 പറഞ്ഞുള്ളൂ. ഇത് ശ്രദ്ധിച്ചാൽ തീർച്ചയാണ് നമുക്ക് ആസ്വാദനം. എനിക്ക് തോന്നുന്നു നമ്മളെ സമയം കഴിഞ്ഞു. സ്ത്രീകൾ എന്ന നിലക്ക് റമദാനിൽ ഞാൻ ഒന്ന് എണ്ണി പറഞ്ഞു പോകണം. എപ്പോഴാണ് നിർത്തണ്ടോ എന്ന് പറയണേ? എത്ര മിനിറ്റാ? ഓക്കെ, നിങ്ങൾ നിർത്തേണ്ടി വരുമ്പോൾ ആരെങ്കിലും ഒന്ന് കൈവക്കിയാൽ മതി. അപ്പൊ ഞാൻ നിർത്തി. ഒന്നാമത്, ഒരു മടിയും വേണ്ട കേട്ടോ. കാരണം നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇതുണ്ടാവും, ആവശ്യങ്ങളുണ്ടാവും. ഒന്നാമത്തെ കാര്യം നോക്കൂ, നമുക്ക് അള്ളാഹുവിനോട് ഇത് നിഅമത്താന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് റമദാനിൽ എത്തിയത് ഉണ്ടോ? എത്തിയിട്ടില്ല, എത്താൻ പോകുന്നത്. എങ്കിൽ അതിനുള്ള ശുക്ർ നമ്മളുടെ അടുത്ത് ഉണ്ടാകണം. ഭയങ്കരമായി നന്ദി ഇങ്ങനെ ഫീൽ ചെയ്യണം.
നമ്മൾ അള്ളഹാനോട് ചോദിക്കണം, അല്ലാഹുമ്മ ബല്ലിഗ്നാ ഷഹ്റ റമദാൻ, അള്ളാഹു റമദാനിലേക്ക് എന്നെ എത്തിക്കണം. ബിസ്സിഹത്തി വൽ ആഫിയത്തി വൽ ഈമാൻ, ആരോഗ്യം വേണം, ആഫിയത്ത് വേണം, ഈമാൻ. അതാ എന്താ കാരണം? ഇത്ര നല്ല ഒരു ദിവസം ഇനി വരാനില്ല. ഇരട്ടി ഇരട്ടിയാണ്. ഓരോ ദിവസവും ഓരോ രാവിലും നരകത്തിൽ നിന്ന് അടിമകളെ മോചിപ്പിക്കും. ഭയങ്കരമാണ്. നമുക്ക് ശരിക്കും ശ്രദ്ധിക്കാം. നമ്മുടെ നന്ദി അള്ളാഹുവിനോട് തോന്നോടൊപ്പം ഇഖ്ലാസ് എന്ന് പറഞ്ഞ ഒരു സാധനം പരിശീലിക്കാൻ ഏറ്റവും നല്ലത് നോമ്പാണ്. ഇഖ്ലാസ്. എന്താ കാരണം? ഒരു ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞില്ലേ, നോമ്പിനെ കുറിച്ച് പറഞ്ഞ എന്താ? അതെനിക്ക് മാത്രമുള്ളതാണ്, ബാക്കിയുള്ളതൊക്കെ അള്ളാഹ്ക്കുള്ള തന്നെ. പക്ഷെ ഇതൊരു സ്പെഷ്യൽ കാറ്റഗറിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയും. നമ്മൾ ചില കുട്ടികളോട് പറഞ്ഞില്ലേ, ഒരുപാട് മക്കളുണ്ടാവും, എന്നാലും പറയും, ഓ എന്റെ പൊന്നാര മോനാണിത്. മറ്റൊക്കെ എന്താ? അല്ലാത്തതുകൊണ്ടല്ല, അതേമാതിരി ഇത് ശരിക്കും ശ്രദ്ധിക്കണം. ആ ഇഖ്ലാസ് നമ്മൾ ഉണ്ടാക്കാൻ സാധിച്ചു. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത്, റമദാനിനെ നാം സ്വീകരിക്കേണ്ടത് എപ്രകാരമായിരിക്കണം എന്നാണ്. ശരിക്കും ശ്രദ്ധിച്ചു. എങ്ങനെയാണ് റമദാനിനെ സ്വീകരിക്കേണ്ടത്? നേരത്തെ പറഞ്ഞ ഒക്കെ നിങ്ങൾ ഉള്ളിൽ വേണേ, നല്ല സന്തോഷത്തോടെ ആസ്വദിക്കണമെന്ന ആഗ്രഹത്തോടെ, ലക്ഷ്യത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ ബോധത്തോടെ, ലക്ഷ്യങ്ങളെ വിസ്മരിക്കുന്ന എല്ലാറ്റിനെയും അവഗണിച്ചുകൊണ്ട്, അതിനാണ് പറയാ തൗബ. തൗബ എന്ന് പറഞ്ഞാൽ ഇതാണ്: കഴിഞ്ഞുപോയ എൻ്റെ ജീവിതത്തെ വിലയിരുത്തി തൊട്ടടുത്തുള്ള ദിവസങ്ങളെ നല്ലതാക്കി തീർക്കാൻ വേണ്ടി. വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ. എന്ത് കിട്ടും മുഅ്മിനുകളെ? ലഅല്ലകും തുഫ്ലിഹൂൻ. തുഫ്ലിഹൂൻ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. എന്താ അഫ്ലഹ പറഞ്ഞ? അഫ്ലഹ എന്ന് പറഞ്ഞാൽ വിജയിച്ചു എന്നല്ല. വേറെ പദം മലയാളത്തിൽ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാ. വേറെ പദമല്ല. അഫ്ലഹ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പരാജയമില്ലാത്ത വിജയമാണ്. മറ്റേതിന് നജഹ എന്നാ പറയാം, നാജിഹ് എന്നാ പറയാം, വിജയിച്ചു. ഇവിടെ എന്താ പറഞ്ഞേ? ലഅല്ലക്കും. പിന്നെ നമ്മൾ പരാജയപ്പെടൂല. സുബ്ഹാനല്ലാഹ്. നമ്മൾ ആലോചിച്ചൊക്കെ എന്ത് രസമായിരിക്കും. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടത്, സ്വീകരിക്കുമ്പോൾ എല്ലാ തിന്മകളിൽ നിന്നും, തിന്മ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മുടെ കൽബ് നിഷ്കളങ്കമാകുന്നതിന്, നിർമ്മലമാകുന്നതിന് എതിരെ നിൽക്കുന്ന സാധനങ്ങളുടെ പേരാണ് എന്ത്? തിന്മ. അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളെ കൽബിലേക്ക് നോക്കുക, അത്രയേ ഉള്ളൂ. നമ്മൾ പറയാറില്ലേ, എനിക്ക് ഇഷ്ടമല്ല, മനസാക്ഷിക്കുത്തുണ്ട്, എന്നാലും ഞാൻ അങ്ങോട്ട് ചെയ്തു പോയി. എന്തിനാ ചെയ്ത്? ആർക്ക് വേണ്ടി? ആർക്ക് വേണ്ടി? ചത്തുപോകും ജീവൻ. അതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും അമൂല്യമായത് എന്താ? സത്തയാണ്. സത്ത പോകുന്ന തമിഴന്മാര് പറയലുണ്ട്, അതാണ് ചത്തുപോകുന്ന മലയാളത്തിലായത്. ചത്തുപോകും, ആവശ്യമില്ല. നമ്മുടെ ഹൃദയം, നമുക്ക് ഗീബത്ത് വേണ്ട, നമീമത്ത് വേണ്ട, ചീത്ത വിചാരം വേണ്ട, ചീത്ത മിംഗ്ലിങ് വേണ്ട, കൂടിച്ചേരൽ വേണ്ട, ഒന്നും വേണ്ട. എന്തിനാ? അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടത് നല്ല പവർ വേണം, അസീമത്ത് വേണം, ഭയങ്കര കരുത്ത് വേണം. തോടാന്ന് പറയാൻ സാധിക്കണം. ആരോട്? ആദ്യം പറയേണ്ടത് നമ്മളെ മനസ്സിനോട് പറയണം, പോടാ. ചിലപ്പോൾ ഒരു ദിവസം 100 തവണ പറഞ്ഞിട്ട് വരും. കാരണം എന്താ? നമ്മളിങ്ങനെ നിസ്കരിക്കാൻ പോണ നേരത്തിരിക്കും മൂപ്പര് വരല്ലേ, അല്ലോ ഇന്നിപ്പോ സമൂസ ഉണ്ടാക്കാൻ. ക്ലിയർ അല്ലേ? പോടാന്ന് പറയണം. എന്ത് സമൂസ ഇല്ലെങ്കിൽ റമദാനാവില്ല. ഓരോന്നും എന്തൊക്കെയാണോ മൂപ്പര് കൊണ്ടുവരുന്നത് അതിൽ നിന്നൊക്കെ
അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇത് കൊണ്ടുവന്നത് വസ്വാസാണ്. വസ്വാസ് മനസ്സിൽ നിന്നാണ്. അവിടെയുള്ളത് ശൈത്താനാണ്. എല്ലാവരുടെ ശരീരത്തിലും രണ്ട് സാധനമുണ്ട്, ശൈത്താനുണ്ട്, മലക്കുണ്ട്. ഈ ശൈത്താനാണ് ഈ ചീത്ത വസ്വാസ്. നിങ്ങൾ അത് മനസ്സിലാക്കിയാൽ മതി. ഒരേ ശനി പറയേണ്ട ചാൻസ് വരുമ്പോ നാവിങ്ങനെ ചൊറി പറയാതിരുന്നു, അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്താൽ മതി. പോസ്റ്റ് ചെയ്യാൻ മൂപ്പരോട് പറയാൻ പോടാ, അത് പറയാൻ കഴിയലാണ് വിജയം. അവിടെയാണ് വിജയം. അതിന് സാധിക്കണം. ധാരാളമായി നമുക്ക് സ്വീകരിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, ദുആയോട് കൂടിയായിരിക്കും. ദുആ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിനോട് ചോദിക്കല. ഓ, അതും ഭയങ്കര രസമുള്ള ചോദ്യമാണ് ദുആ എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ ചെയ്യേണ്ട നിർബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടായിരിക്കണം. പറ്റുമെങ്കിൽ നിർബന്ധമല്ലാത്ത കാര്യങ്ങളും ചെയ്യാൻ ഈ ദിവസങ്ങളിൽ ശ്രമിക്കുക. അതൊക്കെ സ്വീകരണത്തിന്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇഖ്ലാസ് ശരിയാക്കി എടുക്കാം. ഇഖ്ലാസ് ശരിയാക്കാം. അത് ഭയങ്കരമായിട്ട് പഠിക്കേണ്ട ഒരു ഇല്ല സൗമ ഫഇന്നഹു ലീ വഅന അജ്സി ബിഹി. അതുകൊണ്ടാണല്ലോ അല്ലാതെ നോമ്പ് നോക്കണ്ടെന്ന് പറഞ്ഞില്ലേ. അവൻ ഭക്ഷണമോ അന്നപാനീയങ്ങളോ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഉപേക്ഷിച്ചവനോ അവനെ കുറിച്ച് പറഞ്ഞത് യദഉ തആമഹു മിൻ അജ്ലി. അവൻ ഭക്ഷണം കഴിക്കാതിരുന്നത് എനിക്ക് വേണ്ടിയാണ്, ഇല്ലാത്തതുകൊണ്ടല്ല. മിൻ അജലി, അവൻ കുടിക്കാതിരുന്നത് എനിക്ക് വേണ്ടിയാ. അവനവന്റെ വികാരങ്ങളെ നിയന്ത്രിച്ചത് എനിക്ക് വേണ്ടിയാ. എനിക്ക് വേണ്ടി. ആ എനിക്ക് വേണ്ടി എന്നത് നമ്മൾ ശക്തമാക്കുക. അതാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് നിയമങ്ങളൊക്കെ പഠിക്കുക. നോമ്പിന്റെ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങളുണ്ട്. മുസ്ലിമായ പെണ്ണ് ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ. എങ്ങനെ നോമ്പ് നഷ്ടപ്പെടും? നിങ്ങൾക്ക് അറിയാത്തൊന്നുമില്ലല്ലോ, ഞാൻ പറഞ്ഞു തരണ്ടല്ലോ അല്ലേ. എങ്ങനെയൊക്കെ നോമ്പ് നഷ്ടപ്പെടും, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതാണ് പ്രധാനം. നമുക്കറിയാം, നഷ്ടപ്പെടുന്ന സംഗതികൾ തിന്നാലും കുടിച്ചാലും പോകും. സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധമുണ്ടായ പോകും. കൊമ്പ് വെക്കാൻ പാടില്ല, പോകും. കൊമ്പ് വെക്കല്ലാത്ത പുതിയ കുറെ ട്രീറ്റ്മെന്റുകൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഈ നരമ്പുകളിൽ നിന്നൊക്കെ ബ്ലഡ് എടുത്ത് കളയുന്ന, ചീത്ത ബ്ലഡുകൾ എടുത്ത് കളയുന്ന ഫിലോബോട്ടോമി എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ട്രീറ്റ്മെന്റ് ഇപ്പം ഉണ്ട്. അതുകൊണ്ട് നോമ്പ് പോകും. കരുതിക്കൂട്ടി ഛർദ്ദിച്ചാൽ നോമ്പ് പോകും. മനസ്സിലായില്ല. പിന്നെ സ്ത്രീകൾ എന്ന നിലക്ക് മെൻസസ്, നിഫാസും, ഈ ഹൈദും നിഫാസും ഒക്കെ ഞങ്ങൾക്ക് അറിയാം. അതൊക്കെ നോമ്പ് നഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണ്. അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇതിൽ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ഒന്നുമില്ല. മെൻസസ് ആയിട്ട് ശുദ്ധിയാകുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നോമ്പ്. മഗ്‌രിബാകാൻ കാത്തു നിൽക്കണ്ടെന്നാണ്. അപ്പോൾ മുതൽ നോമ്പാണ്. ഉച്ചക്കാണെങ്കിൽ ഉച്ച മുതൽ എന്താണ് നോമ്പ്. എപ്പോഴാണോ, ഇപ്പൊ ഒരാൾ പ്രസവിച്ചു, നമ്മുടെ നാട്ടിലൊക്കെ 40 കഴിഞ്ഞാലാണ് എന്ത് അല്ല, എപ്പോഴാണോ പ്രസവരക്തം ഇല്ലാതാകുന്നത് അപ്പോൾ മുതൽ നോമ്പാണ്. മനസ്സിലായി. പക്ഷെ ചില ഒഴിവുകഴിവുകളുണ്ട്. ആർക്കൊക്കെ നോക്കൂ, പിന്നെ പാല് കൊടുക്കുന്ന സ്ത്രീകളുണ്ടാവും. അവര് രോഗിക്ക് തുല്യമാണ്. അതുപോലെ പ്രഗ്നന്റ് ആയ സ്ത്രീകളുണ്ടാവും. അവര് രോഗിക്ക് തുല്യമാണ്. അവർക്കൊക്കെ റൊക്സയുണ്ട്, ഒഴിവ് കഴിവുണ്ട്. അവർ പിന്നെ എപ്പോഴെങ്കിലും നോമ്പ് നോറ്റ് വീട്ടിയാൽ മതി. അങ്ങനെ ഈ നോമ്പിന്റെ വിധികൾ നിങ്ങൾ മനസ്സിലാക്കി. മഗ്‌രിബായാൽ പിന്നെ കാത്തു നിൽക്കരുത്. തഅജീലുൽ ഫിത്ർ അത് സുന്നത്താണ്. പെട്ടെന്ന് നോമ്പ് തുറക്കണം. കാത്തു നിൽക്കരുത്. ബാങ്ക് കൊടുത്തു തീരട്ടെ, ഈ രണ്ടാമത്തെ ബാങ്ക് കൂടി കേൾക്കട്ടെ, നോ, നെവർ. സമയമായ കഴിഞ്ഞു. അതുപോലെ സുഹൂർ നിർബന്ധമാക്കണം. അത്താഴം നിർബന്ധമായിട്ട് കഴിക്കണം. അത്താഴം എന്ന് പറഞ്ഞാൽ വലിയ ഭക്ഷണം കഴിക്കണം എന്നല്ല ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഒന്ന് കഴിക്കണം. മനസ്സിലായി. അത് വൈകിപ്പിക്കണം. അതൊക്കെ അതിൽപ്പെട്ടു. നാലാമതായി ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും റമദാൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന്റെ മാസമല്ല. അത് നമ്മൾ തീരുമാനിക്കണം. മനസ്സിലായില്ലേ? നമ്മൾക്ക് റെഡി ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാക്കേണ്ടെന്നൊന്നുമല്ല. പക്ഷെ ആ ഭക്ഷണം നിങ്ങൾ ശ്രദ്ധിക്കും. നമ്മുടെ ലക്ഷ്യം പറഞ്ഞല്ലോ ഞാൻ, നമ്മളെ അടിസ്ഥാന ലക്ഷ്യത്തെ വിസ്മരിപ്പിക്കുന്ന ഭക്ഷണം നമുക്ക് വേണ്ട. അത്രേ ഉള്ളൂ. ഭക്ഷണം ഉണ്ടാക്കേണ്ടെന്നല്ല. റമദാനിൽ അല്ലക്കും തത്തക്കുന്ന, എന്താണ് തഖ്വ എന്ന് നമ്മൾ പറഞ്ഞു തന്നല്ലോ. പറഞ്ഞു ആ ഭക്ഷണങ്ങളുടെ വൈവിധ്യം. സമയം ഉണ്ടാവില്ല, അടുക്കളയിൽ നിന്ന് തിരിയാൻ നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല, അല്ലേ? ഇത് നോക്കൂ, ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ അതിനെ നിസ്സാരമായി കളയണ്ട.
ഒരു സ്ത്രീയുടെ റമദാനിൽ ഏറ്റവും വലിയ പ്രതിഫലം കിട്ടുന്നത് നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് നിങ്ങൾ ഭക്ഷണം ഒരുക്കി കൊടുക്കുന്നതിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് തുറപ്പിച്ചവന്റെ പ്രതിഫലം പറഞ്ഞില്ലേ? ഇല്ലേ? അതിൽ ഒന്നാമത്തെ പ്രതിഫലം കിട്ടുക നിങ്ങൾക്ക്. പക്ഷെ എന്ത് വേണം? ഞാൻ നേരത്തെ പറഞ്ഞതാക്കണം. മനസ്സിലായില്ലേ? ഒരു വെറുപ്പുണ്ടായിരുന്നു. അതിന് നോമ്പിനല്ലോ, നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് ഭക്ഷണം ഒരുക്കി കൊടുക്കുന്നതിൽ വെറുപ്പ് കലർത്തരുത്. നീ പറയണ്ടല്ലോ അത്. നേരെ മറിച്ചതിൽ സ്നേഹം ഉണ്ടാകണം. സ്നേഹം ഉണ്ടായാല് നിങ്ങൾ ടേസ്റ്റ് ഇല്ല എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഒരേ ഭക്ഷണത്തിൽ എല്ലാവരും ഒരേ ടേസ്റ്റ് ഉണ്ടാകും ആണല്ലേ? അതുപോലെ തന്നെ നിങ്ങൾക്ക് തോന്നും ചിലപ്പോൾ ഇന്നത്തെ സമസപ്ല ശരിയായിട്ടില്ല, പക്ഷേ നിങ്ങളുടെ ഇഖ്ലാസോടുകൂടിയാണ് സമോസ ഉണ്ടാക്കിയതെങ്കിൽ അത് ഇന്നത്തെ സമോസയേക്കാൾ ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ കേൾക്കും ചെയ്യും. ഇഖ്ലാസ് ഉണ്ടെങ്കിലോ ഉള്ളിലേക്ക് പ്രവർത്തിച്ചെങ്കിൽ എന്നും വേണം, എന്നും അങ്ങനെ തന്നെ ആണെങ്കിലോ ആ സമൂഹത്തിൽ ടേസ്റ്റ് ഉണ്ട്. അതറിയാതെ നല്ല കണ്ടുവച്ചിട്ട് ഉഷാറായിക്കൊന്നുണ്ടല്ല. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ സാധനം അത്ഭുതം പറഞ്ഞ് അദ്ദേഹം ഇയാളുടെ തലത്തിലേക്ക് അത് സ്പ്രെഡ് ചെയ്തു. നമ്മൾ അറിയില്ല. അത് അല്ല നിശ്ചയിച്ചതാണ്. നിശ്ചയിച്ച സംവിധാനം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വൈവിധ്യങ്ങൾ ഉണ്ടാകാം, പക്ഷെ അതിനു വേണ്ടിയായാലും നമ്മുടെ ഞാൻ പറഞ്ഞ റമദാൻ ഖുർആനിന്റെ മാസമാണ്. അതാണ് 5-ാമത്തെ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ നബിയുടെ അടുത്ത് വന്ന് ഖുർആൻ ഇത് രാത്രിയിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് രാത്രി ഖുർആനുമായി ശക്തമായി ബന്ധമുണ്ട്. അതിന് കൈ കൂട്ടില്ലട്ടോ. ഞാൻ അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞു രാത്രി കൂടുതൽ ഖുർആൻ ഭക്ഷണം ആകുമ്പോൾ എന്റെ മുമ്പിൽ എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്ത് കിട്ടണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ നബിയുമാണ് ഖുർആൻ പാരായണം ചെയ്തിരുന്നത്. അത്ഭുതം. രാത്രി എന്നറിയുന്നത് രാത്രി ഭയങ്കര രസമാണ്. വേറെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവും. സഹകരില്ല. രാത്രിയിലെ നൃത്തവും രാത്രിയിലെ പാരായണവും നമുക്ക് ഭയങ്കര കഴിയുമെങ്കിൽ നമുക്കൊരു ടാർജറ്റ്, എല്ലാത്തിനും നമുക്ക് ടാർജറ്റ് ഉണ്ടാവില്ല. റമദാനിൽ ഖുർആന്റെ വിഷയത്തിൽ ടാർജറ്റ് നമുക്ക് എല്ലാവരും ശ്രദ്ധിക്കണം. എത്രയാണ് നമുക്ക് കഴിയുക അത്ര. ഖുർആനെ ഖുർആൻ പഠിച്ചവരാണ്. അപ്പൊ പഠിച്ച അധ്യായങ്ങൾ കുറച്ചും കൂടി പുതിയ ഭയങ്കര അനുഭവം. സഹാബത്തിന്റെയും താബീകളുടെയും രീതി അതാണ് ഏറ്റവും വലിയ അത്ഭുതം. എന്താണ്? ഒരു ഹദീസിൽ പറഞ്ഞത് രണ്ട് കാര്യങ്ങൾക്ക് പ്രത്യേകം റമദാൻ ഔദാര്യത്തിന്റെ സദഖയിൽ നന്മ ചെയ്യുന്നത് മോശം. എല്ലാവരും ശ്രദ്ധിക്കണം. കുറിച്ച് പറഞ്ഞത് അടിച്ചു വീശുന്ന കാറ്റുകളുടെ കാറ്റുകൾ വന്നാൽ എവിടേക്ക് അടിക്കാനാകുന്നത് അത്ര ശക്തമാണ്.
അത് ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സ്ത്രീകളോട് പ്രത്യേകിച്ച് യാ മഅ്ശറ നിസാ തതദ്ദഖ്ന വഅക്സിർന മിനൽ ഇസ്തിഗ്ഫാർ. സ്ത്രീകളെ നിങ്ങൾ സദഖ ചെയ്യണം. രണ്ടാമത്തേത് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. നബി കാരണം പറഞ്ഞത് ഫഇന്നി റഅയ്തുകുന്ന അക്റാഹി. നരകാവകാശി കൂടുതൽ ഞാൻ കണ്ടത് നിങ്ങളെ. അവസരം കിട്ടുന്നു, അവസരം വരും നമ്മുടെ മുമ്പിലേക്ക്, അത് നമ്മൾ നിർവഹിക്കും. കഴിയുന്നത്ര എത്രയാണോ ഇതൊന്നും എന്താ പൈസ കൊടുക്കുന്നതിന്റെ പേരാണ്. സിദ്ഖ് എന്നാണ് സദഖ. സിദ്ഖ് എന്ന് പറഞ്ഞാൽ സത്യസന്ധത, ഹൃദയത്തിന്റെ സിദ്ഖ്. എങ്ങനെ ഇപ്പൊ കൊടുക്കാതിരിക്കണം? മൗലവി ചോദിച്ചില്ലേ ആരും കൊടുക്കണം, അത് സദഖ ആവില്ല. അപ്പൊ എവിടെയാണോ അവസരം അവിടെ സദഖ ചെയ്യണം. റമദാനിൽ നമ്മുടെ ബീഹാറിലേക്ക് റമദാൻ ഭക്ഷണപ്പൊതികൾ നിങ്ങൾക്കറിയാലോ, ഒരു പക്ഷം 1200 ദിർഹം ഉണ്ടെങ്കിൽ ഒരു മാസം ബീഹാറിലെ കുടുംബം നോമ്പ് നോക്കും പറ്റുന്ന ഒരു സാഹചര്യം ഞാൻ സാന്ദർഭികമായി പറഞ്ഞു. ശ്രദ്ധിക്കണല്ല, വിജ്ഞാനം സദഖയാണ്. നിങ്ങൾ പഠിച്ചൊരു കാര്യങ്ങൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നേ, മനസ്സിലായില്ലേ? ഉപകാരം സദഖയാണ്. നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ഉപകാരം അയാൾക്ക് ചെയ്തു കൊടുക്കുക. വിശക്കുന്നവർ ഭക്ഷണം കൊടുക്കൽ സദഖയാണ്. മറ്റുള്ളവരുടെ ഭാരം ലഘൂകരിച്ചു കൊടുക്കൽ. ചിലപ്പോൾ നിങ്ങളൊന്ന് തൊട്ടാൽ മതിയാവും, ഒന്ന് തലോടിയാൽ മതിയാവും, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് അയാളോടൊന്ന് സംസാരിച്ചാൽ മതിയാവും. അതെന്താണ്? സദഖയാണ്. അപ്പൊ അത് ശരിക്കും എല്ലാവരും ചിന്തിക്കണം. 7ാമത്തെ കാര്യം, റമദാൻ ഖിയാമിന്റെ മാസമാണ്. കൂടുതൽ നമസ്കരിക്കണം, നിന്ന് നിസ്കരിക്കണം പറ്റണവരൊക്കെ. അതുകൊണ്ടാണ് ഖിയാമുൽ ലൈൽ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം എനിക്കറിയാലോ. നബിയുടെ കാലൊക്കെ എന്തായി? നമ്മൾ പലതിനും ക്യൂ നിന്നിട്ട് നേര് വന്നിട്ടുണ്ട്. പക്ഷേ ബാക്കി പറയണ്ട, ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നമ്മൾ ദുബായിലുള്ളത്. എന്തൊരു സൗകര്യം, എത്ര മനോഹരമായ പള്ളികൾ, സൗകര്യം അല്ലേ? നമ്മുടെ പള്ളിയിൽ ഈ വർഷം മുതൽ നല്ല ഇമാമിനെ വെച്ച് നല്ല തറാവീഹ് നിസ്കാരമുണ്ട്. സൗകര്യമുള്ളവർക്ക് ഇവിടെ വരും. ഇവിടെ ആകുമ്പോൾ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ കുട്ടികളുണ്ടായി എവിടെ പോയില്ല ഇവിടെ പിന്നെ കുട്ടികൾക്ക് ഓടാനും കളിക്കാനും ഒക്കെ സ്ഥലമുണ്ട്. വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താമെന്ന് ഞാൻ പറഞ്ഞ്, നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള പള്ളിയിലും പോകാം, നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. മനസ്സിലായില്ലേ? ഒരു സൗകര്യം എന്ന നിലക്ക് പറഞ്ഞതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കും. 8ാമത്തെ കാര്യം, നോമ്പ് നോക്കേണ്ടത് നമ്മുടെ വയറല്ല. അതിലൊരു കാര്യം, ഇപ്പൊ പല ഫാസ്റ്റിങ്ങും ഇല്ലേ? ആരോഗ്യം നന്നാക്കാൻ വേണ്ടി എല്ലാവരും ഫാസ്റ്റിങ്ങിൽ തന്നെയാണ്. അതിലൊരു കഥല്ല, എല്ലാവർക്കും ഒരേ കഥല്ല എന്നല്ല. അപ്പൊ നോമ്പ് നോക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കണം. ആദ്യം നോമ്പ് നോക്കേണ്ടത് നമ്മളെ കണ്ണായിരിക്കണം. പറയണ്ടല്ലോ എന്താന്നുള്ളത്. നമ്മുടെ കണ്ണുകൾ നോമ്പ് നോക്കണം, നമ്മുടെ ചെവി നോമ്പ് നോക്കണം. മതി, കേൾക്കണ്ട, പറഞ്ഞാൽ മതി. ആരെയും വിളിച്ചാൽ എനിക്ക് സമയമില്ല, കേൾക്കാൻ സമയമല്ല. നമ്മളെ കൈകൾ നോമ്പ് നോക്കണം. അനാവശ്യമായ പിടുത്തം കൈകൊണ്ട് വേണം. നമ്മുടെ കാലുകൾ നോമ്പ് നോക്കണം. കൂട്ടത്തിൽ വയറും നോമ്പ് നോക്കും. വയറിന്റെ നോമ്പല്ല ഏറ്റവും വലിയ നോമ്പ് എന്നർത്ഥം. പറയുകയാണെങ്കിൽ നല്ലത് പറയാം, കേൾക്കുകയാണെങ്കിൽ നല്ലത് കേൾക്കുക, കാണുകയാണെങ്കിൽ നല്ലത് കാണുക എന്ന് മാത്രം ശ്രദ്ധിക്കുക. 9ാമത്തെ കാര്യം, റമദാനിലെ ടൈമിംഗ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. കൃത്യമായി ടൈം മാനേജ്മെന്റ് വേണം. അത് ഇന്നത്തെ ഒരു പദമാണ്, ടൈം മാനേജ്മെന്റ്. നമ്മുടെ സമയം നമ്മൾ മാനേജ് ചെയ്യണം. ആവശ്യമില്ലാത്ത കാര്യത്തിന് നിങ്ങൾ പുറത്തു പോകണ്ട. എല്ലാ ഷോപ്പിംഗ് മോളിലൂടെയും പണ്ടണ്ട. റമദാനിലെ ഷോപ്പിംഗ് ഒക്കെ പറ്റുമെങ്കിൽ ഇപ്പൊ തന്നെ ഈ ആഴ്ച തീർത്താൽ വളരെ നല്ലതാ. ആവശ്യമില്ലാത്ത വിസിറ്റുകൾ വേണ്ട. ഇവിടുത്തെ ഒരു കൾച്ചറാണല്ലോ വിസിറ്റ് എന്നുള്ളത്. ആവശ്യമില്ലാത്തത് വേണ്ട. അനാവശ്യമായ കാര്യങ്ങളിൽ സമയം ചെലവഴിക്കും. ചീത്ത കൂട്ടുകെട്ട് വേണ്ട. റമദാനിൽ പ്രത്യേകിച്ചും വേണ്ട. മനസ്സിലായില്ലേ? ചില ആൾക്കാർ പകൽ ഒരുപാട് ഉറങ്ങും. വേണ്ട, കുറച്ച്
ഉറങ്ങിക്കോ. രാത്രി നിന്ന് നിസ്കരിക്കാനുള്ള ഉന്മേഷം കിട്ടാനുള്ള ഉറക്കം മതി. ഇനി നിങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഒരുപാട് സമയം അടുക്കളയിൽ വേണ്ട. മനസ്സിലായി? വേണ്ടി വരൂല. നിങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കൂ. ഉണ്ടാക്കുന്നത് സ്നേഹത്തോടു കൂടി ഉണ്ടാക്കി നോക്കൂ. നമുക്ക് കുറച്ച് സമയം മതി. ഇനി അടുക്കളയിലുള്ള സമയം പോലും നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഒരു സ്പീച്ച് കേട്ടിട്ടോ അങ്ങനെ എങ്ങനെ ഖുർആൻ കേൾക്കരുത് ആരും അടുക്കളയിൽ. എന്താന്ന് വെച്ചാൽ ഖുർആൻ കേൾക്കുമ്പോ എന്താ പറഞ്ഞത്? ഫസ്തമിഉ ലഹു വഅൻസിതു എന്നാ പറഞ്ഞത്. അടുക്കളയിൽ നിങ്ങൾ ഇങ്ങനെ ഉള്ളി മുറിക്കുമ്പോഴേ അല്ലെങ്കിൽ സമൂസ പൊരിക്കുമ്പോൾ ഇൻസാത്ത് പറ്റൂല. പക്ഷെ മറ്റത് കിട്ടുന്നത് കിട്ടിക്കോട്ടെ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു അനാവശ്യം കേൾക്കും എന്നതുകൊണ്ടാണ്. അതേപോലെ ഫോണ്, ഈ സാധനം, നോമ്പ് നോൽക്കേണ്ട വലിയൊരു സാധനം നമ്മളെ ഫോണാണ്. സോഷ്യൽ മീഡിയ നോമ്പ് നോറ്റോട്ടെ, സമയം വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ പറയും ഒരു ദിവസം ഒരു എത്ര വേണം? അല്ല, അതെന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്കുണ്ട്, നമുക്ക് അസീമത്ത് വേണം. തീരുമാനിച്ചാൽ നടപ്പാക്കാൻ നമുക്കൊരു ദാർഢ്യം വേണം. ഒരു അരമണിക്കൂർ പോരെ? മതി, ഒരു മണിക്കൂർ ആയിക്കോട്ടെ. ഓക്കെ, ഒരു മണിക്കൂർ. നോക്കൂ, ശ്രദ്ധിക്കേണ്ടത് പ്രൈം ടൈം ഉപയോഗിക്കരുത്. മീൻസ് രാത്രി ഉപയോഗിക്കരുത്. അത്താഴത്തിന്റെ സമയം ഇസ്തിഗ്ഫാറിനുള്ളതാണ്, അവിടെ ഉപയോഗിക്കുക. നോമ്പ് തുറക്കുന്ന സമയത്ത് ഉപയോഗിക്കുക. ഏതെങ്കിലും ഒരു വല്ലാത്ത ക്ഷീണമൊക്കെ തോന്നുന്ന ഒരു സമയത്ത് കുഴപ്പം. മനസ്സിലായി? പിന്നെ 2 സമയം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന് മഗ്‌രിബിന്റെ സമയവും ഒന്ന് അത്താഴത്തിന്റെ സമയം. അത്താഴം ഇസ്തിഗ്ഫാറിനുള്ളതാണ്, ഇഫ്താറിന്റെ സമയം ചോദിക്കാനുള്ളതാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം, എന്താവശ്യം ഉണ്ടെങ്കിലും ചോദിച്ചോ, ഉടനെ കിട്ടും. ഭയങ്കര, കാരണം സ്നേഹമായല്ലോ. നമ്മൾ ആസ്വദിക്കല്ലേ റമദാനെ? ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാനെ സ്നേഹിക്കലാണ്. അപ്പൊ അള്ളാനെ സ്നേഹിച്ചാൽ അള്ളാഹു എന്താ പറഞ്ഞേ? ഒരു ചാണ എടുത്താൽ ഒരു മുഴം, പിന്നെ അതിന്റെ ശേഷം പറയുന്നുണ്ട് നടന്നു വന്നാൽ ഓടി വരും എന്ന് പറഞ്ഞിട്ട്. അള്ളാന്റെ അടുത്തേക്ക് നമ്മൾ നടന്നു പോയാൽ ഓടി വരും. അവസാനിപ്പിക്കാൻ സമയം നിങ്ങളെ പറഞ്ഞ 10 മിനിറ്റും കഴിഞ്ഞിട്ടുണ്ട്. അവസാനത്തെ എന്താ വെച്ചാൽ, അവസാനത്തെ 10 ഞാൻ പറയണ്ടല്ലോ എന്താന്നുള്ളതിന്റെ പ്രത്യേകത. അവസാനത്തെ ഓക്കെ തീരുമാനിക്കുക എന്താ വെച്ചാൽ, അടുത്ത റമദാനിലെ അവസാനത്തെ 10 നമ്മൾ ഉണ്ടാവില്ല എന്ന് തീരുമാനിച്ചു. അതാ എളുപ്പം, എന്നാ ഭയങ്കര സുഖം. ഇവിടെയൊക്കെ തീരുമാനിക്കേണ്ട അതാണ്. ഉമറുൽ ഖത്താബ് സാധാരണ നിങ്ങളെ പള്ളിയിലൊക്കെ ഇട്ടിട്ടില്ലേ, ഇഖാമത്ത് കൊടുത്താൽ ഇസ്തഖീമു എന്നൊക്കെ പറയല്. അദ്ദേഹം ഒരു വാചകം കൂടി പറയുന്നു, സല്ലു സ്വലാത്ത മുവദ്ദിഅ. ഈ നിസ്കാരം കഴിഞ്ഞാൽ ഇവിടുന്ന് പോവുകയാണ് എന്നുള്ള നിലക്ക് നിസ്കരിച്ചോളിയും. എവിടുന്ന്? ദുനിയാവുന്നേ. അപ്പൊ ഇത് നമ്മുടെ അവസാനത്തെ റമദാനായിരിക്കും. അവസാനത്തെ നോക്കാം, അള്ളാഹു തരുന്ന അവസരമാണ് റമദാൻ. അവസരം. ഇത് എൻ്റെ റമദാൻ, ഒരു റമദാനിലെ അവസാനത്തെ 10 ഇത് അവസാനത്തേതായിരിക്കും എന്ന വിചാരത്തോടു കൂടി നോക്കും. ഭയങ്കര വ്യത്യാസം. കുറെ കാര്യങ്ങൾ പറഞ്ഞു, എനിക്കറിയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയോ എന്നുള്ളത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, ഒരു ചേഞ്ച് വേണം. കഴിഞ്ഞ റമദാനേക്കാൾ ഈ റമദാൻ നമുക്കൊരു ചേഞ്ച് വേണം. ആ ചേഞ്ച് ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് റമദാനിനെ അനുഭവിക്കുന്നിടത്തായിരിക്കണം, ആസ്വദിക്കുന്നിടത്തായിരിക്കണം. ഈ ജീവിതം വിശ്വാസിക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനും ഉള്ളതാണ്, ഒരു സംശയമില്ല. പക്ഷേ ലക്ഷ്യം മറന്നു പോകരുത്. ലക്ഷ്യം മറന്ന് ആസ്വദിക്കുമ്പോഴാണ് നമ്മൾ തെറ്റിലേക്ക് പോകാം. ലക്ഷ്യം മുമ്പിൽ വെച്ച് ആസ്വദിച്ചാൽ ജീവിതം ഭയങ്കര രസമായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, കയറ്റവും ഇറക്കൊന്നും എന്ത് തോന്നൂല, പ്രയാസമൊന്നും. ഇപ്പൊ നമുക്ക് കയറ്റൊരു പ്രയാസം തന്നെയാണ് അല്ലേ? ദുഃഖമാണ്, മാറണം. അതും ജീവിതത്തിന്റെ ഭാഗമാണ്. ഒരു കയറ്റത്തിന് ശേഷം എന്തുണ്ടാവും? അള്ളാഹുവിന്റെ പദം ഭയങ്കര സത്തിൽക്കൽ അയ്യാമു നുദാവിലുഹാ ബൈനന്നാസ് എന്നാ പറഞ്ഞത്. അത് ആർക്കാ ഫീൽ ചെയ്യാം? ജനങ്ങൾക്ക് ദിവസങ്ങൾക്കിടയിൽ ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവരുന്ന അള്ളാഹ്. ആർക്കാ ഫീൽ ചെയ്യാന്ന് വെച്ചാൽ നമുക്കാ ഫീൽ ചെയ്യണം. പക്ഷെ നമ്മൾ കയറ്റം കാണുമ്പോൾ നിന്ന് പോവുകയാണ്, അല്ലോ എന്ന് പറയാം അല്ലേ? മുഖമൊക്കെ ചുളിഞ്ഞു പോകും. എന്താ വർത്താനം എന്ന് വെച്ചാൽ, എന്ത് വർത്താനം, ഭയങ്കര പ്രശ്നം. സത്യത്തിൽ ഒരു പ്രശ്നമില്ല. ഒന്ന് താഴത്തേക്ക് നോക്കിയാൽ മതി, അവിടെ പ്രശ്നങ്ങളാ. അപ്പൊ നമുക്കറിയാം നമുക്ക് പ്രശ്നമില്ല.
അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി റമദാനിനെ സ്വീകരിക്കാനും അനുഭവിക്കാനും ആസ്വദിക്കാനും അള്ളാഹുവെ ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് നൽകണമേ. ഈ റമദാനിൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹുവെ നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളും ഉണ്ടായിരിക്കണമേ. അള്ളാഹു ഈ റമദാനിൽ ചെയ്തു പോയ തെറ്റുകളൊക്കെ പുറത്ത് മാപ്പാക്കി തന്ന് നിന്റെ സ്വർഗത്തിലേക്ക് എത്തുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ. ആരോഗ്യത്തോടെ ഈമാനോടെ നല്ല പാപത്തോടുകൂടി ഈ റമദാനിനെ അനുഭവമുള്ളതാക്കി തീർക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. കൂടുതൽ സൽക്കർമ്മങ്ങൾ ഈ റമദാനിൽ ചെയ്യാൻ ഞങ്ങൾക്ക് തോന്നണമേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ.